നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഒരു പുതിയൊരു IFB ആണ്. ഇത് നമ്മളെ ഒരു അളിയന്റെ വീട്ടിലാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇതിപ്പോൾ ഒരു IFB ഒരു പുതിയ ഒരു വാഷിംഗ് മെഷീൻ ആണ്. ഇത് അക്വ എനർജി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അതല്ലെന്ന് തോന്നുന്നു കേട്ടോ, അത് വേറെ എന്തെങ്കിലും ഇതല്ല. അപ്പോൾ ഇതൊരു നിയോ ഡീവ SXX4 7 കിലോയുടെ ഒരു വാഷിംഗ് മെഷീൻ ആണ്. അപ്പോൾ ഇതിൽ 3D വാഷിംഗ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ കുറച്ച് സെലക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വാഷിംഗ് മെഷീനാണ്. IFBയുടെ തന്നെ ഇതിനോട് സ്റ്റെബിലൈസർ വരും. ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 45,000 ആണ് വരുന്നത്. ഈ വാഷിംഗ് മെഷീൻ 7 ലിറ്റർ കപ്പാസിറ്റിയാണ്. പുതിയതായതുകൊണ്ടാണ് അത്രയും വരുന്നത്. പിന്നെ പവർ സേവിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗൈഡ് ലൈൻസിൽ എത്രയാണെന്ന്. അത്ര വലിയ പവർ സേവിങ് എന്ന് പറയപ്പെട്ട് ഇതിൽ കുറച്ച് വെള്ളം എടുക്കത്തുള്ളൂ. അതേപോലെ അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് വർഷമായി. ആക്ച്വലി ഇത് ഇതുവരെ ഇവർ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ച് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. കമ്പനി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയിട്ട് ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമ്മളിത് ആദ്യമായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2-3 വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ അവർക്ക് പേടിയായതുകൊണ്ടാണ് അവർ ഉപയോഗിക്കാത്ത. കാരണം അവർക്ക് ഫങ്ഷനിങ്സ് ഒന്നും അത്ര അറിഞ്ഞുകൂടാത്തതുണ്ട്. അപ്പോൾ വലിയ പാടുള്ള ഒരു കാര്യമല്ല, വളരെ എളുപ്പമാണ്. ഇത് എല്ലാം കൺട്രോൾ നോബിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലെല്ലാം ടെമ്പറേച്ചർ, സ്റ്റീം എല്ലാം വരുന്ന ഒരു ഇതാണ്. RPM സ്പീഡൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ RPM എന്ന് പറയുന്നത് 1000 RPM ആണ്. നേരത്തെ ഞാനൊരു ബോഷിന്റെ കാണിച്ചത്, അത് എനിക്കൊന്ന് 800 RPM ആയിരുന്നു തോന്നുന്നു, അതോ 700 RPM ആയിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഇത് ഓപ്പൺ ചെയ്യപ്പം ഒന്നിൽ ലിക്വിഡ്, ഒന്നിൽ വാഷിംഗ് പൗഡർ ഇടാം, പിന്നെ ഒന്നിൽ നിങ്ങൾക്ക് സ്റ്റാർച്ച് കട്ടി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. 3 ട്രേ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കപ്പോൾ ഇതറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇത് എനിക്കൊന്ന് ലിക്വിഡാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സർഫ് പൊടി ഇടാം. ഇതിനകത്ത് സ്റ്റാർച്ച് ആയിരിക്കാം, ഒരു പക്ഷേ സ്റ്റാർച്ചാണ് തോന്നുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും മാറ്റി തിരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതിന് അനുസരിച്ച് അതേ ലെവലിനായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്യൂബ് ഡ്രെയിനേജ് അവിടെ നിന്ന് ബാക്ക് നിർത്തി ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ നീട്ടിയെടുത്തിട്ടുണ്ട്. അത് നീളം കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിന്റെ നനവ് അവിടെ അടിക്കാതിരിക്കാനാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അടിയിലൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ പറഞ്ഞ് അവരടുത്ത് ചെയ്യിപ്പിച്ചാണ്. ആദ്യം ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അടിയിൽ, അത് മാറ്റി തറയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് ചെയ്ത് ഒരു താപ്പൂക്ക് വെച്ച് കെട്ടിപ്പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രോപ്പർ വേ. പക്ഷേ ഇത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന്റെ അടിയിൽ ഇങ്ങനെ ചെയ്താലും ഇതിന്റെ അടിയിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ട്രേ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചേക്കണം. കാരണം നനവ് സിമെന്റ് തറയിൽ നിന്ന് ഓയിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സിമെന്റ് തറയിൽ വാട്ടർ പ്രൂഫിങ്ങിന്റെ പെയിന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റബ്ബറിന്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് അടിയിൽ നിന്നുള്ള ഇത് ഓയിലോട്ട് കയറില്ല. പക്ഷെ ബെറ്റർ പ്ലാസ്റ്റിക്കിന്റെ ഇത് വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ വാറണ്ടി പീരീഡൊക്കെ നോക്കാം. 4 വർഷമാണ് മിഷ്യൻ വാറണ്ടി തന്നെ വരുന്നത്. പിന്നെ 10 വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട്. 10 വർഷം സ്പെയർ സപ്പോർട്ട് അവർ തരുന്നുണ്ട്. IFB തന്നെ അവർ ഡയറക്റ്റ് ഇവിടെ ഏജൻസി ഉണ്ട്. റിപ്പയറിംഗ് സെന്റർ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുണ്ട്, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ചെയ്യണം മുമ്പേ നമ്മൾ എപ്പോഴും ഈ IFB മേടിക്കപ്പോൾ ഇതിനുള്ള സ്റ്റെബിലൈസർ മേടിക്കുക. കാരണം വലിയ എമൗണ്ടാണ് മേടിക്കുന്നത്. എക്സ്റ്റെൻഡഡ് വാറണ്ടി പറ്റുമെങ്കിൽ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതേപോലെ കണക്ഷന് വാഷിംഗ് മെഷീനിൽ വരുന്ന ടാപ്പ്, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടാപ്സ് വരുന്നുണ്ട്. അത് ബ്രാസ്, PVC ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്ന എടുക്കുക, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. പക്ഷേ നമ്മളൊരു 45,000-50,000 വാഷിംഗ് മെഷീൻ എടുക്കുമ്പോൾ അതിന് ഒരു ടാപ്പിന്റെ വാല്യൂ നോക്കരുത്. ഒരു നല്ല ബ്രാസിന്റെ നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെ വെക്കുക. പിന്നെ അല്ലാതെ നിങ്ങൾ റെന്റിനാണ് താമസിക്കുന്നത്, അവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കായാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. അപ്പൊ ഇത്രയാണ് ഇതിൽ ഫിറ്റിങ്സ് വരുന്നത്. പിന്നെ ബാക്കിലുള്ള ഫിറ്റിങ്സ്
നമ്മൾ നോക്കപ്പോഴത്തേക്ക് വലിയ ഒന്നും ഇല്ല. കാരണം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഇതാണ് വാട്ടർ ഇൻടേക്ക്. അപ്പോൾ ഇത് കണക്ടറിന് ഇത് സക്ഷൻ ചെയ്താണ് വലിച്ചെടുക്കുന്നത്. ഓക്കെ, അതിനോട് ഒരു ലിസഡ് കയറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെയല്ല വെക്കേണ്ടത്. അവിടെ അവർക്ക് സ്പേസിൻ്റെ പരമാവധി എന്ന് വെച്ചാൽ ഒരു പരമാവധി എന്തോ ഒരു സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പഴയ ബാത്റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ വീടാകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പുതിയ ഒരു ഇത് വെക്കപ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് വരും. വാഷിംഗ് മെഷീൻ പണ്ടത്തെ പോലെ ഇല്ലാത്ത വീടല്ലെങ്കിൽ അതിനൊരു സ്പെയർ ആയിട്ടൊരു സ്പേസ് വെക്കാത്ത പഴയ വീട്ടാണ്. ഇപ്പോൾ പുതിയ വീട് വയ്ക്കപ്പോൾ അതിനൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് വീട്ടിനകത്ത് അടുക്കളയിലോ സൈഡിലോ എവിടെയെങ്കിലും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു പഴയ ബാത്റൂം ഉണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്ത് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ റൂമിൻ്റെ അകത്തൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ ഇത് നനവ് അടിക്കരുത്, മെയിനായിട്ട് നനവ് വെള്ളം കയറും. ഒത്തിരി എയർ സർക്കുലേഷൻ ഉള്ള ഒരു റൂമാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഇതിൽ എയർ സർക്കുലേഷൻ ഉണ്ട്, എന്നാലും വാട്ടറിൻ്റെ ഒരു മോയ്സ്ചർ ഇതിനകത്ത് എപ്പോഴും കാണും. മോയ്സ്ചർ ഉള്ളതുകൊണ്ട് ഇത് എപ്പോഴും നനവിൻ്റെ ഒരു ഫീൽ കാണും. അപ്പോൾ ഒന്നെങ്കിൽ കതവ് തുറന്ന് ഇടണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ ഡോറ് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന വാട്ടറൊക്കെ ഒന്ന് ഡ്രൈ ആവും. അത് നിങ്ങളുടെ വീട്ടിനകത്താണെങ്കിൽ ഓക്കെ, വെളിയിലാകുമ്പോൾ ചിലപ്പോൾ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ അതിനകത്ത് കയറി കിടക്കാം, പാമ്പിനൊക്കെ കയറി കിടക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നോർമലി ഇത് കുറച്ച് നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നനവ് ഇതാവും. പിന്നെ ഇടാൻ നേരത്തെ ഇതിൽ കുറച്ച് അവർ പ്രിക്കോഷൻസ് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഐറ്റങ്ങളൊന്നും നമ്മൾ ഇടരുത്. കുറച്ച് പൈസയും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അഥവാ വീണ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അത് ഇവിടെ വന്ന് ഡ്രെയിനായി കിടക്കും. ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തെടുത്തിട്ട് ചെറിയൊരു നോബുണ്ട്, ഓപ്പൺ ചെയ്ത് അവിടെ വന്ന് കിടക്കും. അഥവാ ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലോക്ക് നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ശേഷമേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. നോർമലി എല്ലാ വാഷിംഗ് മെഷീൻസിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അത് ഈ ഫ്രണ്ട് ലോഡിന്റെ കേസിനാണ് പറഞ്ഞത്. മറ്റേ ടോപ്പ് ലോഡിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ കുഴപ്പമൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇത് ഓപ്പണായി വരില്ല. ഇത് ലോക്ക് 5 മിനിറ്റിന് ശേഷമേ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമലി എല്ലാ വാഷിംഗ് മെഷീൻ്റെ ഒരു IFBയുടെ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാംസങ് ആയാലും ഏതായാലും ചെറിയൊരു വ്യത്യാസങ്ങൾ കാണും, കുറച്ച് ഫങ്ഷൻ ഡിഫറൻസ് കാണും. പിന്നെ ഇതിൽ ഫങ്ഷൻസിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എക്സ്പ്രസ് വാഷ്, വൂളൻ കോട്ടന്റെ ഈക്കോ പ്ലസ്, സ്പിൻ ഡ്രൈ ഡ്രൈയിങ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മിക്സഡ് സോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് തിരഞ്ഞെടുത്ത് അതിൽ സ്പിൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ലിക്വിഡാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലിക്വിഡ് ഒഴിക്കാൻ പോവുകയാണ്. നമ്മളൊരു ലിക്വിഡ് ഇതേപോലെ ഒരെണ്ണം എടുക്കുക, 10 രൂപയാണ്. എന്നിട്ട് ഇതിനെ ഇതിനകത്തേക്ക് ഒഴിക്കുക. ഏത് ഒഴിച്ചാലും കുഴപ്പമില്ല, തൽക്കാലം ഇവിടെ ഒഴിക്കാം. അപ്പോൾ ലിക്വിഡ് ഒഴിച്ച ശേഷം അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇനി ക്ലോത്ത്സ് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ക്ലോത്ത്സ് ഓരോന്നായിട്ട് ഇടാം. ഒരു 7 കിലോയാണ്. അപ്പോൾ 7 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7 കിലോ തുണി ഇടണം. നിങ്ങൾക്കൊരു അളവ് ഒരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് റൊട്ടേഷൻ ചെയ്യാനുള്ള കുറച്ച് ഗ്യാപ്പ് നമ്മളൊന്ന് ഓയിൽ കൊടുക്കുക. ഇപ്പോൾ ഇത്രയും തുണി പോയി. ഇത് കുത്തി നിറയ്ക്കരുത്. തുണി കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഇത് ഒലയത്തില്ല, കാരണം ക്ലീനിങ് ആവില്ല. ഇതിങ്ങനെ ഞെരിങ്ങി കിടക്കുകയുള്ളൂ. അപ്പോൾ ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി കറങ്ങപ്പോൾ ഇങ്ങനെ വീഴണ ഒരു ഗ്യാപ്പ് എപ്പോഴും നമ്മൾ നോക്കണം. ഒരു അര ഇത് മാത്രം ഇടുക. ഇപ്പോൾ കുറച്ചുകൂടെ പോവും.
അപ്പോൾ എൻ്റെ ഇരിക്കുന്ന 6 ലിറ്ററാണ്, അതിൽ വലിയ തുണി പോകത്തില്ല. അപ്പോൾ ഇത് തന്നെ മാക്സിമം. ഇത് നിങ്ങൾ ഒരുപാട് ആയിട്ട് ഇടുകയാണെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ കൈ മുറുക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ബാക്ക് സൈഡ് വരെ ഇത് നമ്മളെ കൈ തട്ടണുണ്ടാകുന്നു. അതിനുശേഷം മാത്രമേ തുണി ഇടാവൂ. ഇല്ലെങ്കിൽ ഉയരത്തെ ഗ്യാപ്പ് നോക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഈ ലെവലിലൊന്നും തുണി കൊണ്ട് തട്ടരുത്. ഇതിന്റെ അകത്ത് നിൽക്കണം, സ്റ്റീൽ ഡ്രമ്മിന്റെ അകത്ത് തള്ളി നിൽക്കുന്ന തുണിയുടെ അകത്തോട്ടാക്കിയിട്ട് ഈ ഗ്ലാസ് നല്ലപോലെ പ്രസ് ചെയ്ത് അടയ്ക്കണം. അപ്പോൾ അത് ലിവർ വിളിച്ച് അടയ്ക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ സ്വിച്ച് എല്ലാം ഓണാണ്. ഇനി നമ്മൾ ഇതിനെ ഓൺ ആക്കണം. അപ്പൊ പവർ പ്ലഗ് ഇതാണ്, പവർ സ്വിച്ച് ഇതാണ്, ഈ കാണുന്നതാണ്, ഇതാണ് ഓൺ സ്വിച്ച്. അപ്പൊ ഇത് നമ്മൾ ഇപ്പോൾ ഓൺ ആക്കി. ഇനി നമ്മൾ ഇതിൽ സെലക്ഷൻ ചെയ്യണം. ഇപ്പൊ കിടക്കുന്ന ഇവിടെ ഒരു ലൈറ്റ് കാണാം. ഈ ലൈറ്റ് കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്പിൻ ആൻഡ് ഡ്രൈ ആണ് എടുക്കുക. അപ്പൊ നമ്മൾ ഒരു എക്സ്പ്രസ് വാഷിൽ അല്ലെങ്കിൽ മിക്സഡ് സോയിലിൽ കോട്ടൺ നോർമൽ ഇത് തിരഞ്ഞെടുക്കാം. അപ്പൊ ഇതിൽ കോട്ടൺ, ഇക്കോ പ്ലസ്, വൂളൻ, ഇത് ഇപ്പൊ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ മിക്സ്ഡ് സോയിലിലേക്ക് നമ്മൾ പിടിക്കുക. ഇതിങ്ങനെ ഓരോന്ന് പിടിച്ചിടാം. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. തുണികൾ പല ഫാബ്രിക്സ് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ മിക്സഡ് സോയിൽ എന്ന് പറഞ്ഞിരുന്നത്, സോയിലിന്റെ മണ്ണ് പറ്റിയതായിട്ടാണ്. അപ്പൊ കുറച്ചുകൂടെ നല്ല ക്ലീൻ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ സ്റ്റീമൊക്കെ തന്നെ സെലക്ഷൻ ചെയ്യാം നമുക്ക്. ഇപ്പൊ 40 ഡിഗ്രി ഓൾറെഡി കിടപ്പുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലിങ്ങനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് ഓക്കെ, ഇതിപ്പോ 40 ഡിഗ്രി വരെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ വരത്തുള്ളൂ. ടെമ്പറേച്ചർ 40 ഡിഗ്രി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഇതിൽ പ്ലേ ചെയ്യാം. എന്നുവെച്ചാൽ ഇത് റൺ ചെയ്യാൻ കൊടുക്കാം. ഇപ്പൊ വെള്ളം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എടുത്ത് തുടങ്ങി. അപ്പൊ ഇനി അത് കുറച്ച് ടൈം എടുക്കും കറങ്ങാൻ. അങ്ങനെ വെള്ളം നിങ്ങൾക്ക് കാണാൻ ഇതിൽ കൂടെ ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. നോർമലി ഞാൻ ബോഷിൽ കണ്ടെന്ന് വെച്ചാൽ വെള്ളം ഇതിലിങ്ങനെ വരത്തില്ല. ഇതിൽ പക്ഷെ ഇവിടെ നിന്ന് കൂടെ സൈഡിൽ കൂടെ ഗ്ലാസിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇനി വെള്ളം ചിലപ്പോൾ അറിയത്തില്ല. കാരണം ഡ്രമ്മിന്റെ അകത്തൂടെയാണ് വെള്ളം വീഴണത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ നമുക്ക് അറിയില്ല. ഇപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞു. നല്ല ഫോഴ്സാണ് കേട്ടോ. ഇത് നല്ല പവറുള്ള ഒരു മെഷീൻ ആയതുകൊണ്ട് റൊട്ടേഷനും അത്രയ്ക്ക് ശക്തിയിലാണ് ഇത് കറങ്ങുന്നത്. മറ്റേ ബോഷിന്റെ 700-800 RPM കുറവാണ് പവർ. അപ്പൊ ഇത് ആദ്യമേ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ നമ്മൾ ടോപ്പ് ലോഡിനും സെമി ഓട്ടോമാറ്റിക് ഏകദേശം വെള്ളം ഒരുപാട് നമ്മൾ നിറച്ച് കൊവുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇടുന്നത്. പക്ഷെ ഇത് ഓരോ തുണി ഇങ്ങനെ കറക്കി കറക്കി നനച്ചിട്ട് പിന്നെ ഇതിനെ അലക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തിട്ട്. ആ ടൈമിലായിരിക്കും അത് സർഫ് വലിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് ഓപ്പറേഷനിലായിരിക്കപ്പോഴത്തേക്ക് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇത് ജാമാണ്, ഇത് ലോക്ക്ഡ് ആണ്. ഇത് വലിച്ചാൽ ഓപ്പൺ ആവില്ല, കാരണം അത് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടിടണം. അല്ലാതെ നിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് 5 മിനിറ്റ് നിൽക്കേണ്ടി വരും, എന്നാലേ അതെല്ലാം തുറന്നു വരത്തുള്ളൂ. അപ്പൊ അതിന്റെ ലോക്കിംഗ് സിസ്റ്റം അങ്ങനെയാണ്. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാനും ആക്ച്വലി ഇപ്പോഴാണ് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കുന്നത്. നോക്കി നോക്കി നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു 1000 RPM എപ്പോഴും ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതുമില്ല, നിങ്ങൾ എടുക്കപ്പം ഒരു 6 കിലോ എടുക്കരുത്. അതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇതിനനുസരിച്ച് എടുക്കാൻ കുഴപ്പമില്ല. കാരണം 6 കിലോ എടുത്താൽ വലുതായിട്ട് തുണി കഴുകാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ 2 പേര് ഉള്ളുവെങ്കിൽ
അത് മതിയാവും. 4-5 പേരുണ്ടെങ്കിൽ തുണി കഴുകാനത് എങ്കിൽ പാടാണ്. അത് നമുക്ക് ഡെയിലി കഴുകി തീരത്തില്ല. കുറച്ച് തുണിയെ പോകത്തില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു 3 ജീൻസ് അല്ലെങ്കിൽ 4 ജീൻസ് ഒരു 6 കിലോയിനകത്ത് പോകത്തുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഒരുപാട് തുണി, ജീൻസ് ഇല്ല, പക്ഷെ കുറച്ച് വീട്ടു തുണികളാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ 41 മിനിറ്റാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് മാറും, അതിൻ്റെ മണിക്കൂറുകൾ മാറും. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് അറിയുന്ന രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാം, ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഒരിക്കലും ഇതേപോലെ ന്യൂസ് പേപ്പർ വിരിക്കരുത്. ഇതിൻ്റെ മുഴുവൻ ഓൺലൈനിൽ കയറി പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വേറെ ഒരു തുണിയുടെ വേറൊരു സാധനം വരുന്നുണ്ട്. വെള്ളം അത് ഉണങ്ങി തന്നെ അങ്ങ് പോകും. തുണിയുടെ ഇത് ന്യൂസ് പേപ്പർ ഇടപ്പത്തേക്ക് ന്യൂസ് പേപ്പർ നനവ് പിടിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. മറ്റേതാപ്പത്തേക്ക് അത് തന്നെ അങ്ങ് ഡ്രൈ ആയിക്കോളും. അങ്ങനത്തെ കുറച്ച് കവർ വരുന്നുണ്ട്. അത് ഓൺലൈൻ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ഞാൻ അതിന് വേണമെങ്കിൽ ഒരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.